നമസ്തേ. സ്ത്രീശക്തി വിളിച്ചോതി ദുർഗാവാഹിനി പ്രശിക്ഷൺ വർഗിന് തുടക്കം. ഈ മാസം 19 മുതൽ 26 വരെ നടക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദുർഗാവാഹിനി ശൗര്യ പ്രശിക്ഷൺ വർഗ് കൊച്ചി എളമക്കര സരസ്വതി വിദ്യാനികേതനിൽ ആരംഭിച്ചു. CAFT പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശാലത അധ്യക്ഷയായ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാണുമാലയൻ ദീപപ്രജ്വലനം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ശൗര്യ പ്രശിക്ഷൺ വർഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന സഭയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷ പ്രസന്ന ബാഹുലയൻ, ദുർഗാവാഹിനി സംസ്ഥാന സംയോജിക നീതു ജനാർദ്ദനൻ എന്നിവർ സന്നിഹിതരായി. ശാരീരികമായും മാനസികമായും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ശിബിരത്തിലൂടെ നൽകാനാകുമെന്ന് ദുർഗാവാഹിനി സംസ്ഥാന സംയോജിക നീതു ജനാർദ്ദനൻ പറഞ്ഞു. പുതിയ തലമുറയെ നേർവഴിയിലേക്ക് നയിക്കാനും രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കായി ഒരുക്കാനും കുടുംബത്തിന്റെയും നാടിന്റെയും രക്ഷയ്ക്കായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കാനുമാണ് ഈ ശിബിരമെന്ന് വിജി തമ്പി പറഞ്ഞു. സഹജീവികളോടുള്ള കരുണ, സ്നേഹം, എങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പഠിപ്പിച്ച് സമൂഹത്തിൽ നല്ല ചിന്താഗതിയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാനും വർഗ് കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പല ക്ഷേത്രങ്ങളിലും നമ്മൾ ഇതുപോലെ ഗീതാ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആധ്യാത്മിക പഠനങ്ങളോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും പല കുട്ടികളും അതിലേക്ക് വരാൻ മടിക്കുന്നു, അല്ലെങ്കിൽ അവരിപ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർ അതിലേക്ക് അയക്കാൻ മടിക്കുന്നു. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ ഈ ഒരു ചിന്തകളിൽ നിന്നെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയെ നേർവഴിയിലേക്ക് നയിക്കുക, നമ്മുടെ രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കായി അവരെ ഒരുക്കുക, അവരുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കും നാടിന്റെ രക്ഷയ്ക്കും അവരെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ഉദ്ദേശമാണ് ഇതിന് മുന്നിലുള്ളത്. ഇത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ, ഇന്ന് നമ്മുടെ പുതിയ തലമുറ പലരും സനാതന ധർമ്മത്തിൽ നിന്നും നമ്മുടെ ഭാരതീയതയിൽ നിന്നും ഈശ്വരീയതയിൽ നിന്നെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ വളർന്നു വന്നവരാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പുതിയ തലമുറയ്ക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥ പുരാണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഇതിഹാസങ്ങളും ചരിത്രവും എല്ലാം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അമ്മാവന്മാരും അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് കുട്ടികൾക്ക് അവരുടെ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ, അത് അവരുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുകയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവും. സഹജീവികളോടുള്ള കരുണ, സ്നേഹം, അതുപോലെ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയായി എങ്ങനെ ജീവിക്കണം, ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അവിടെയാണ് നമുക്ക് ഇന്ന് വിദ്യാഭ്യാസത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുറവ്. ഈ കുറവ് എവിടെ നികത്താം? നമുക്കിതുപോലെ പഠനങ്ങളിലൂടെയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം, അതായത് ഗീതാ പഠനമായാലും ആധ്യാത്മിക പഠനമായാലും അത്തരം പഠനങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകൾ പറഞ്ഞു തരുന്ന അറിവുകളിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയായി ജീവിക്കുന്നത്. ശിബിരത്തിനെത്തിയ ശിക്ഷാർത്ഥികൾ ഭാഗ്യം ചെയ്തവരാണെന്നും കൂടെ നിൽക്കുന്നവരെയും ഗൈഡ് ചെയ്ത് നല്ല വ്യക്തിത്വങ്ങളാകണമെന്നും ഡോക്ടർ ആശാലത പറഞ്ഞു. അതായത് നിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ നേതാക്കന്മാരായിട്ട് പോകണമെന്നാണ് പറയുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ മുമ്പേ നടക്കണമെന്നല്ല, ഒപ്പം നല്ല രീതിയിൽ നടത്താൻ ഉള്ളൊരു പരിശീലനം നിങ്ങൾക്ക് നിങ്ങൾ നേരെ നടന്നാൽ പോരാ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കൂടി നേരെ നടത്താനുള്ളൊരു ചുമതല എടുക്കാൻ കഴിവുള്ളവരായിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോവുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ധർമാധിഷ്ഠിതമായ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ധർമ്മമെന്നും ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങായും തണലായും നിൽക്കുന്ന ദുർഗയുടെ പ്രതീകങ്ങളായി ഹിന്ദു യുവതികൾ ഉണ്ടാകാനാണ് ഈ ശിബിരമെന്നും സ്ഥാണുമാലയൻ പറഞ്ഞു. ഈ വർഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഓരോ ദുർഗാവാഹിനിയും ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായി മാറണമെന്നും അദ്ദേഹം ഭൗതികിൽ അഭിപ്രായപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും വേണ്ട മനസ്സിനുള്ളൊരു സന്തോഷം. അപ്പോൾ ഈ വരുന്ന ഇന്നു മുതൽ നമ്മുടെ മനസ്സ് ഇതിനെ ചുറ്റിപ്പറ്റിയിരിക്കണം. അതുകൊണ്ട് 7 ദിവസം ഒരു സപ്താഹമാണ്. 7 ദിവസത്തെ സപ്താഹത്തിനെ പറയുമ്പോൾ ഭാഗവത സപ്താഹമുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവ് കേട്ടതുപോലെ. അപ്പം നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ഇവിടെ ഇരിക്കുന്നത് കൂടെ
ഇവിടെ ധാരാളം പേരുണ്ട്, ഒരു 200 പേര് വരയ്ക്കും നമ്മുടെ ഈ വർക്കിലുണ്ടാകും. അവരെ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക. ഏത് സാഹചര്യത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ മുഴുവനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് മിത്രങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് ഇന്ന് പലരും പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യശക്തി. അപ്പോൾ അതിലൊരു മിത്രത. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മിത്രത കിട്ടുന്നതോട് ചേർത്ത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാ പേരും ഒന്നിച്ചു വരുന്ന ഒരു സംരംഭം. ഹിന്ദുധർമ്മത്തെയും സംസ്കാരത്തെയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രാർത്ഥനാ യോഗങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും മികവുറ്റവരാക്കുകയും ചെയ്യുന്ന ദുർഗാവാഹിനിയുടെ ശിബിരം ഏപ്രിൽ 26 സമാപിക്കും.